وننزل من القرآن ما هو شفاء ورحمة للمؤمنين മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട്, രോഗശമനമുണ്ട്. രോഗം തന്ന പടച്ച തമ്പുരാനാണ് നമ്മളോട് പറയുന്നത്. രോഗശമനമുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട്, 14-ാമത്തെ ആയത്ത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ക്യാൻസർ രോഗികൾ അധികമായി അത് ഓതിക്കൊണ്ടിരിക്കണേ. എത്രയോ സഹോദരങ്ങളുടെ ക്യാൻസർ ഈ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് മാറ്റിക്കൊടുത്തു. ക്യാൻസർ രോഗികൾ ഓതണം. സൂറത്തുൽ മുൽക്ക് അതിനകത്തുള്ള 14-ാമത്തെ ആയത്താണ്. അല്ലാഹ് മാറ്റിത്തരും. കണ്ണീറുണ്ടോ, കമ്പേറുണ്ടോ, സിഹർ മാരണം ബാധിച്ചിട്ടുണ്ടോ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് 33 പ്രാവശ്യം വീതം ഓതി ശരീരത്തിൽ തടവണേ എല്ലാ സമയവും. ഇനി ഇത് ബാധിക്കാതിരിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും 3 പ്രാവശ്യം വീതം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഓതണം. എങ്ങനെ ഓതണ്ടേ? ആദ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, രണ്ടാമത് ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, മൂന്നാമത് ഖുൽ അഊദു റബ്ബിൻ നാസ്. വീണ്ടും ആദ്യം ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. മൂന്നാമതും ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. സുബഹിക്കും മഗ്രിബിനും ഏവം കൂടോത്രം ചെയ്താൽ ഏക്കൂല, തിരിച്ചങ്ങോട്ടടിക്കും. ചെയ്ത് നോക്ക്. നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് പേര് പൂച്ച തലയ്ക്കകത്തൊക്കെ കൊണ്ടുവന്നതാണ്. അവൻ ഇപ്പം തലയ്ക്കകത്ത് കിടന്ന് കറങ്ങാണ് സംഭവം. പലരും നോക്കുന്നുണ്ട്. നടക്കൂല, കയറൂല, സംഭവം കയറൂല. സുബഹി നിസ്കരിക്കണം. സുബഹി 5:45, 8:15, 8:15 സുബഹി നിസ്കരിച്ച് ഇത് ഓതിയാൽ തിരിച്ചിങ്ങോട്ട് തന്നെ അടിക്കും സംഭവം. 5:45 സുബഹി നിസ്കരിച്ച് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓതണം. ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. അങ്ങനെ ഓതി ശരീരത്തിൽ ഓതി. ഒരു സിഹറും ബാധിക്കില്ല ഹബീബേ. നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്തായത് ഏറ്റവും വലിയ മരുന്നായിരുന്നത്. 8 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിഹർ ബാധിക്കപ്പെട്ട് കിടന്നില്ലേ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ് രണ്ടും കൂടെ 11 ആയത്തുകളാണ്. 11 കെട്ടിയിട്ട് ഒരു മുനാഫിക്ക് കൊണ്ടുപോയി പൊട്ടക്കണറ്റിയിട്ട് നബിതങ്ങളെ വേദനിപ്പിച്ചതാണ്. അങ്ങനെ കിടന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ വേദനിക്കുന്നുണ്ടല്ലേ? ഒരുത്തൻ ചെയ്തതാ, അവൻ്റെ പേര് പറയണം. എനിക്ക് പേരൊന്നും അറിയണ്ട ജിബ്രീൽ, ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അള്ളാഹു ഒരു 11 ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 11 ആയത്ത് ഓതുമ്പോൾ ആ 11 കെട്ടുപൊട്ടും. അങ്ങനെയാണ് ഈ 11 കെട്ടും പൊട്ടി നബീന റസൂൽ തങ്ങൾ എഴുന്നേറ്റത്. അപ്പോൾ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓതിയാൽ മതി. ധൈര്യമായിട്ട് ഓതിക്കോ. മക്കൾക്കൊക്കെ ഓതിക്കോട്. അമ്മക്ക് ഈമാനില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും കബൂലാവാത്തത്. കടമുണ്ടോ? കടമാറ സൂറത്തുണ്ടല്ലോ, കടം മാറും. എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞിട്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ പറയണേ, മുടങ്ങരുത്. സൂറത്തുൽ വാഖിയ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു രോഗം പിടിച്ച് കിടക്കുകയാ മരണശയ്യയിൽ. അന്ന് രാജ്യം ഭരിക്കുന്നത് അമീർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് അമീറായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. 8 പെൺമക്കളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ല അബ്ദുല്ലാ, നിനക്ക് ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ ഞാനിതാ ഓഫർ ചെയ്തിട്ടുണ്ട്. ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ തരാണ്ട്. കാരണം നീ സുഖമില്ലടക്കാണ്. മാത്രമല്ല നിൻ്റെ മക്കൾ 8 മക്കൾ പെൺമക്കളാണ്. ജീവിക്കാനൊരു വഴി ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടു. അതേ കിടക്കയിൽ കിടന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട അമീറുൽ മുഅ്മിനീൻ, എനിക്ക് വേണ്ട. ഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ഖറഅ സൂറത്തൽ വാഖിയ കുല്ല യൗമിൻ ലം യദുർറുഹു ഫഖ്റുൻ വഫാഖാ കമാ ഖാല അലൈഹിസ്സലാം. എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമുണ്ട്.
ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതിയാൽ പാരായണം ചെയ്താൽ അവരെ ദാരിദ്ര്യമോ കടമോ അവരെ ബാധിക്കൂല എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചപ്പോൾ എൻ്റെ 8 പെൺമക്കളോടും ഞാനത് ഓതാൻ പറയുന്നു. ഇന്നും എൻ്റെ മക്കളത് ഓതും. അതുകൊണ്ട് ദാരിദ്ര്യം ഞാൻ ഭയപ്പെടുന്നില്ല അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. ഓ, നമ്മളാണെന്നെങ്കിൽ പോരട്ടെ എൻ്റെ പെൺമക്കൾക്ക് മാത്രമല്ല എൻ്റെ രോഗത്തിനും കൂടെ പ്രത്യേകം തരണേന്ന് ഒന്നുകൂടെ ആ കടത്തെ കിടന്നോട് പറയും. അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ, സുഖമില്ലാത്തവനുമാണ്. അതുവരയ്ക്ക് നിസ്കരിക്കാനും വയ്യ, സുഖവുമില്ല. പൈസയുടെ കാര്യം പറഞ്ഞാൽ രോഗികളുടെയൊക്കെ തല ഇങ്ങനെയാണ്, കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും. ആ സമയത്ത് കാസർഗോട്ടുകാർ പറയും, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ICUവിൽ കിടക്കുമ്പം അവിടുത്തെ ഒറോട്ടി ഇറച്ചിയും അത് സ്പെഷ്യലാണ്, പത്തലും പോത്ത് കറിയും, പോത്ത് പുരട്ടിയതും പത്തലും എന്നാ പറയുക. അതുകൊണ്ട് അവനെ ഒന്ന് മണപ്പിച്ചാൽ മതി, അപ്പോഴേ ചാടി എഴുന്നേക്കും അവൻ. അത്രയ്ക്കും ടേസ്റ്റാണ് എന്ന് പറഞ്ഞ പോലെ. എത്ര രോഗിയായാലും സുഖമില്ലാതെ നടന്നാലും പൈസയുടെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടോറും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ബിൻ മസ്ഊദ് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, എൻ്റെ മക്കളെയൊക്കെ ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെടൂല എന്നെനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കടം വരാതിരിക്കണമെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിയ വീട്ടിൽ പാരായണം ചെയ്യണേ. എല്ലാവരും ഓതോ? ഇത് ഓതുന്നവരത് കൈവയ്ക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്, ഒരു 50% ഇല്ലേ, ഒരു 60% ഓതുന്നവരാണ്. നിങ്ങൾക്ക് കടമൊന്നുമില്ലല്ലോ അല്ലേ? നീ സൂറത്തുൽ വാഖിയ ഓതിയിട്ട് ലോൺ എടുക്കാൻ പോയിട്ട് കടം തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്. വാഖിയ ഓതിക്കൊണ്ടിരിക്കും. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് വാഖിയ ഓതി ലോൺ ഇടയാളിയ ഒരു 50 ലക്ഷം അവിടെ എടുത്ത് പറ്റാം. 2 പ്രാവശ്യം ഓതാം, രാവിലെ ഓതാം, വൈകിട്ട് ഓതാം. പെട്ടെന്ന് നടച്ചു തീർക്കട്ടെ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. സൂറത്തുൽ വാഖിയ ഓതിക്കോ, കടം വരില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മളാണെന്ന് വിശ്വസിച്ച് ഓതി നോക്ക്. മക്കളെ കൊണ്ട് വൈകിട്ട് ഓതിക്കണം എല്ലാ ദിവസവും. നരകത്തിൽ പോകാതിരിക്കാനൊരു സൂറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു, സൂറത്തു ദുഖാൻ. എല്ലാ ദിവസവും ഓതാൻ പറ്റുമെങ്കിൽ ഓതണേ. ഇല്ലെങ്കിൽ വ്യാഴാഴ്ച തോറും വെള്ളിയാഴ്ച രാവിലെ സൂറത്തു ദുഖാൻ ഓതിയാൽ ലാ യദ്ഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കൂല, നരകത്തിൽ പോവില്ല. എല്ലാ ദിവസവും സൂറത്തു ദുഖാൻ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച സൂറത്ത് ദുഖാൻ ഓതണം, നരകത്തിൽ പോവില്ല ഇൻഷാ അല്ലാഹ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയാണ്, ഒരു സൂറത്താണ്, സൂറത്തുൽ മുൽക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയതൻ മൻ ഖറഅഹാ ഇൻദ നൗമിഹി കതബല്ലാഹു ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിആ വറുഫിഅ ലഹു 30 ദറജാ വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക ليحفظه من كل سوء حتى يستيقظ وهي مجادلة أي تجادل صاحبها في القبر كما قال رسول الله അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി റഅയ്തു ഫീ ഇന്നി വജദ്തു ഫീ കിതാബില്ലാ, അങ്ങനെയുണ്ട്. ഇന്നി റഅയ്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി സ്വഹാബത്തെ. മൻ ഖറഅഹ ഇൻദ നൗമിഹി, ആരെങ്കിലും ഉറങ്ങാൻ നേരത്ത് അത് ഓതിയാൽ, പാരായണം ചെയ്താൽ, ഉറങ്ങുന്ന സമയത്ത് മഗ്രിബ് കഴിഞ്ഞ മുതൽ ഓതാം, മഗ്രിബ് കഴിഞ്ഞിടം മുതൽ ഓതാം. ആരെങ്കിലും മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങുന്നതിന് മുമ്പേ അത് പാരായണം ചെയ്താൽ അല്ലാഹു തആല 30 നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തും. 30 തിന്മകൾ അല്ലാഹ് ഡിലീറ്റ് ആക്കും. 30 പദവികൾ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തും. തീർന്നില്ല. വബഅസല്ലാഹു ഇലൈഹി മലകം മിനൽ മലായിക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്കിനെ അല്ലാഹു തആല അവൻ്റെ വീട്ടിലേക്ക്, ബെഡ്റൂമിലേക്ക് അയക്കും. ലിയഹ്ഫിളഹു മിൻ കുല്ലി സൂഇൻ ഹത്താ യസ്തൈഖിള, നേരം വെളുക്കുന്നത് വരെ ഒരാപത്ത് വരാതെ, ഇടങ്ങേറ് വരാതെ അവനെ സംരക്ഷിക്കാൻ ആ മലക്ക് അവന് ആ വീട്ടിൽ കാവൽ നിൽക്കും. തീർന്നില്ല.
ഇവൻ്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഈ ഖബറിൽ ഇവനെ മലക്കുകളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാദപ്രതിവാദം നടത്തി ഈ മയ്യത്തിനെ സഹായിക്കുന്ന സൂറത്താണ് കേട്ടോ. വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്താണ്. അത് ഓതുന്നവർ എല്ലാ ദിവസവും കൈവെക്കും. ബാക്കിയേക്കാളും കുറവാണ്. ബാക്കിയേക്കാളും കുറവാണ്. ഫുലൂസിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും ഓതുന്നുണ്ട്. ഫുലൂസിൻ്റെ വിഷയത്തിൽ കടമുണ്ടാവാതിരിക്കാൻ എല്ലാവരും കൈവക്കി. പക്ഷെ ഖബറിൻ്റെ വിഷയം വന്നപ്പോൾ എന്താ പൊക്കാൻ പേടിയില്ലേ? ഖബറിനെ കുറിച്ച് പേടിയില്ലേ? ഖബറിനകത്ത് പോകണ്ടേ? അവിടെ രക്ഷപ്പെടണ്ടേ? ഇന്ന് മുതൽ ഓതണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറ. ഇന്ന് മുതൽ ഓതണം. ഖബറിനകത്ത് ആരുമില്ല, വാപ്പായില്ല, ഉമ്മയില്ല, ആരും വരില്ല. ഒറ്റയ്ക്ക് പോകണം അല്ലേ? ഇല്ലേ ഉസ്താദേ? ആരെങ്കിലും വരുമോ? ഒരു മനുഷ്യൻ വരുമോ? പ്രസിഡന്റ് ഭാര്യ കൂടെ വരുമോ? സെക്രട്ടറി എഴുന്നേറ്റ് പോയോ? ആരും വരില്ല. സെക്രട്ടറി അവിടെ ഇരിപ്പുണ്ട്. ഇത്ത കൂടെ വരൂലല്ലോ നിങ്ങൾ മരിച്ചാൽ? ഇല്ല, ആരും വരില്ല. ഒരു മനുഷ്യനും കൂടെ വരില്ല, ആരും കാണില്ല. അപ്പം എന്താവും? നമ്മളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ വരുന്നത് ഖുർആനാണ്. അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക് വരും അവിടെ. സൂറത്തുൽ മുൽക്ക് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഖബറിനകത്തൊരു സഹായം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടന്നോളി. കാണാതെ പഠിപ്പിക്കും, മക്കളെയൊക്കെ കാണാതെ പഠിപ്പിക്കും. എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇശാഇന് മുമ്പായിട്ട് ഓതുന്ന 4 സൂറത്ത്: 1 സൂറത്ത് യാസീൻ, 2 സൂറത്തുൽ മുൽക്ക്, 3 സൂറത്തു സജദ, 4 സൂറത്തുൽ വാഖിയ. ഓതി തീർക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നാളെ 14 രാവിലെ ചന്ദ്രനെ പോലെ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് സൂറത്തുൽ ഖമർ പാരായണം ചെയ്യട്ടെ. അള്ളാഹുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും കേട്ടോ, ഒന്നുകിൽ എല്ലാ ദിവസവും, ഇല്ലെങ്കിൽ റിബ്ബൻ ലൈലത്തൻ വലൈല. റിബ്ബൻ ഒന്നിടവിട്ട്, ഇന്ന് അല്ലെങ്കിൽ നാളെ ഓതണ്ട, മറ്റന്നാളെ. അങ്ങനെ ഒന്നരാടം സൂറത്തുൽ ഖമർ ഓതിയാൽ ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ. സൂറത്തുൽ ഖമർ എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ ഓതണേ, ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് നിങ്ങൾ ഓതിയാൽ ലഖിയല്ലാഹു തആല വവജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി. നാളെ അല്ലാഹുവിനെ 14 രാവിലെ ചന്ദ്രനെ കണ്ടുമുട്ടുന്നത് പോലെ ഇവൻ്റെ മുഖം പ്രകാശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഓതിക്കോണം എല്ലാ ദിവസവും. സൂറത്തുൽ ഖമർ എല്ലാ ദിവസവും ഓതിക്കോ. കല്യാണം നടക്കുന്നില്ലെങ്കിൽ സൂറത്തുർ റഹ്മാൻ ദിവസം ഓത്. കണ്ട, ഖുർആനിലേക്ക് എവിടെ എന്തിനാ മരുന്നില്ലാത്ത? എല്ലാത്തിലുണ്ട്. കല്യാണം നടക്കുന്നില്ല എങ്കിൽ സൂറത്തുർ റഹ്മാൻ ഓത്. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓത്. സൂറത്തുർ റഹ്മാനിൻ്റെ പേര് അറൂസ എന്നാണ്. പുതുമണവാളൻ, പുതുമണവാട്ടി എന്നാണ് അതിൻ്റെ പേര്. സൂറത്തുർ റഹ്മാൻ. സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഊറികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വർഗം, അപ്പം നമ്മളിപ്പോൾ അതിന് വിശദീകരിക്കാൻ പറ്റില്ല, കാരണം ലൈവ് ഇരിക്കുന്നുണ്ടേ. അത് ഉടനെ എടുത്ത് അവന്മാർ അമ്മക്ക് പൊങ്കാലിടാൻ നിൽക്കും. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ കാക്കാന്മാരാ കൂടുതൽ ഇട്ടിളക്കുന്നത്. അവനൊക്കെ എന്ത് ഖുർആൻ വിശ്വാസം, അവനൊക്കെ മാർക്കം ചെയ്തിട്ട് വല്ല കായികമുണ്ട്. ചെയ്യാതിരിക്കലായിരുന്നു ഏറ്റവും നല്ലത്. ഇവൻ തന്നെയാണ് ഇളക്കുന്നത്, ഇവന്മാർ തന്നെയാണല്ലോ ഇത് കണ്ടിട്ട്. അയാൾക്ക് എന്താ, അയാൾക്ക് വേറെ ജോലിയില്ല, വിവരമില്ലാതെ സംസാരിക്കും. വിവരമില്ലാതെ എന്നാ പോയി സംസാരിക്കും. വിവരമില്ലെങ്കിൽ എന്നെ ഇവർ വിളിക്കും. വിവരമില്ലാത്ത ഒരാളിനെ വാദം പറയാൻ വിളിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ പൊട്ടന്മാരാ വാദൻ്റെ സംഘാടകന്മാർ. എന്തൊക്കെ കമൻറ്റുകളാണ് ഈ സാമാനത്തിനകത്തൂടെ പറയുന്നത്. ഇതൊക്കെ വെക്കല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അതുമില്ല. ചീത്ത വിളി കേൾക്കുന്ന മൊത്തം. എന്നിട്ട് ഇവന്മാർ കറക്റ്റ് അത് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് പറ്റാത്ത, അവന്മാർക്ക് പറ്റാത്ത സാധനം നോക്കി കട്ട് ചെയ്ത് മാർക്കം ചെയ്തിട്ട് അങ്ങോട്ട് ഇടും. കറക്റ്റ് അത് എടുത്ത് ഇങ്ങനെ കറങ്ങും ലോകം മൊത്തം. ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക. പണ്ട് ഞാൻ അറിയപ്പെട്ട ആളായി, സെലിബ്രിറ്റി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ്. എവിടെയോ ഒരു മൂല കോണിൽ കിടന്ന ഞാനിപ്പോൾ വലിയ അറിയപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല കട്ട് ചെയ്തിട മോനെ, ഇട്ട് കൊറ പോട്ടെ, ഇങ്ങനെ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഹൂർലിംഗങ്ങളെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. എന്ത് ചെയ്യാൻ സംഭവം? ഖുർആനിൽ പറഞ്ഞതല്ല, ഞാനിപ്പോൾ ഉണ്ടായിക്കൊണ്ടെന്ന് പറയല്ല. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല സൂപ്പറായിട്ട് പറയുന്നുണ്ട്. അല്ല, ഇടിപെട്ട സാധനം.
അന്ന് പറയണോ? ദായി പറയുന്നിട്ടില്ലയോ? ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ദായി അല്ലല്ലോ അനുഭവിക്കാൻ പോകുന്നത്, ഞാനല്ലേ ഇത് അനുഭവിക്കേണ്ടത് ഞാനല്ലേ, ദായി അല്ല അനുഭവിക്കാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അത് സൂറത്ത് റഹ്മാൻ ഓദിക്കോ കേട്ടോ സഹോദരിമാരെ സഹോദരങ്ങളെ. സൂറത്ത് റഹ്മാൻ വലിയ റാഹത്ത്. അതൊക്കെ ഖുർആൻ എന്തിനാപ്പം ഇത്? നമ്മളെ സന്തോഷിപ്പിക്കാനല്ലേ ഖുർആൻ. അള്ള പറഞ്ഞ ആയത്തല്ലേ, നമുക്ക് പിന്നെ ആരൊക്കെ പേടിക്കാൻ? ഇവിടെ അള്ള പറഞ്ഞ ആയത്ത് നമുക്ക് ആരെയും പേടിക്കണ്ട. അള്ളാഹു പറഞ്ഞ വാക്കാണ്. അല്ല നമ്മളതിൻ്റെ അർത്ഥം വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ, തർജ്ജമ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ല നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഇന്നത്തെ സാഹചര്യം കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇച്ചിരി പൊലിപ്പിന് വേണ്ടി ഒന്ന് പറയും, അതേ ഉള്ളൂ. ഈ പാതിരാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഒരിച്ചിരി രസം ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി ഒന്ന് പൊക്കി പറയാം, അത്രയേ ഉള്ളൂ സംഭവം. ഉടനെ അത് അങ്ങോട്ട് തിരിച്ചു മറിച്ച് ആൾ കണ്ടില്ല, അപ്പുറവും കട്ടിയത് ഇപ്പുറവും കട്ടിയത് കറക്റ്റ്, അത് ഭാഗം മാത്രം, അത് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് തട്ടുകയാണ്. ഇതാണ് ഈ സ്വഭാവം. എന്ത് ചെയ്യാനാ? കല്ലി വല്ലി അമ്മക്കിതൊന്നും ഒരു പേടിയൊന്നുമില്ല. നീ എന്തെല്ലാം കട്ട് ചെയ്താൽ അതിനപ്പുറത്ത് ഞാൻ പ്രസംഗിക്കും. നീ കട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ. ഹൂർലി എന്ന് പറഞ്ഞൊരു പ്രസംഗം പോയി, ഞാൻ വന്ന് പ്രസംഗിച്ചല്ല, അടിപൊളിയായിട്ട് പ്രസംഗിച്ചല്ല. ലൈവ് 3 വെച്ചോ. ഞാൻ എൻ്റെ രൂപവും കൂടെ കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം. ദായിയുടെ അധ്യക്ഷതയിൽ നമുക്കൊരു പരിപാടി വെക്കണം. അത് നമുക്ക് വെക്കാതെ ഇൻഷാ അല്ലാഹ്. ഖുർആനിനകത്തുള്ളത് തന്നെ, ഹദീസിലുള്ളത് തന്നെ. നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മുടെ ഖുർആനല്ലേ, നമ്മുടെ ഖൽബല്ലേ അത്, നമ്മുടെ വഴികാട്ടിയല്ലേ അത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. നമ്മുടെ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. നമ്മൾ പിന്നെ എന്തിനാ പേടിക്കാൻ? ഒരിക്കലും പേടിക്കണ്ട, ധൈര്യമായിട്ട് അതിൽ സന്തോഷിക്കണം. നമുക്ക് ആ ഖുർആൻ കൊണ്ട് നമുക്ക് സന്തോഷിക്കണം. അതിനാണ് അള്ളാഹ് നമുക്ക് അറിയിച്ചു തരുന്നത്. നാളെ സ്വർഗ്ഗലോകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് അള്ളാഹ് നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നെ ഏതാ എന്താ പറഞ്ഞത്? ഇത്ര വലിയ അരുവികൾ. നിങ്ങളൊക്കെ ഈ കുറ്റാലത്ത് കുളിക്കാൻ പോകുന്നല്ലോ, എന്താ ഇവിടെ അങ്ങ് വെള്ളമില്ലേ? കുറ്റാലം വെള്ളച്ചാട്ടം, ഭയങ്കരമായ വെള്ളച്ചാട്ടം. എന്താ സെക്രട്ടറി പോയിട്ടുണ്ടോ? കുളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോകുമ്പോൾ എന്താ? അതൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗലോകത്തിൽ ഖുർആനിലൂടെ അല്ലാഹു തആല നല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അല്ലാഹ് പഠിപ്പിക്കല്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ذوات أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان. നല്ല ഒഴുകുന്ന വെള്ളം, അടിപൊളി ഫാൾസ്, കുറച്ചുകൂടെ ശക്തിയുള്ളത്. وفيهما عينان نضاختان فبأي آلاء ربكما تكذبان. കുറച്ചുകൂടി ഫോഴ്സ് കൂടിയ ഫാൾസ്. ചിലപ്പോൾ ഫോഴ്സ് കുറഞ്ഞ ഫാൾസ് ഉണ്ട്, കൂടിയതുണ്ട്. ഏത് വേണം? കുളിച്ചോളി, ഏത് വേണം? ഇതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരുന്നത് എന്തിനാണ്? നമുക്ക് സുഹൃത്തുക്കളെ, നമ്മളൊരു വെള്ളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന ഇച്ചിരി നല്ല തണുത്ത വെള്ളം, ഒരു നല്ല പച്ചപ്പ്, ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രം, അവിടെ ഒരു ഭാര്യ, അവിടെ ഒരു പെണ്ണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഇതാണ് അള്ളാഹു നമുക്കും ഖുർആനിൽ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് സ്വർഗത്തിൽ തരാമെന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിൽ വിശ്വാസം ഇല്ലാത്തവൻ ഇതെടുത്തിട്ട് അലക്കി അമ്മപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസമുണ്ട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അപ്പോൾ പലരും പറയും, ഉസ്താദേ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്ന്. ഖുർആൻ ഒന്ന് നിർത്താൻ പറ്റുമോ? എന്താ ഇപ്പോൾ ഈ കേൾക്കുന്നത്? എൻ്റെ അടുത്ത് പറയുക പലരും, നിങ്ങൾക്ക് പറച്ചിൽ നിർത്തിക്കൂടെ എന്ന്. ഖുർആൻ ഒന്ന് നിർത്താൻ പറ്റുമോ ഉസ്താദ്? അങ്ങനെ പറയോ? നിർത്താൻ പറ്റുമോ? എങ്ങനെ നിർത്താൻ പറ്റും? ഖുർആൻ്റെ വാക്കല്ലേ. നമ്മൾ ഇൽമു പറയണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പറയാൻ വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരസ്യമായിട്ട് സിനിമയിൽ ചീത്ത വിളിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പരസ്യമായിട്ട് സാഹിത്യകാരന്മാരിരുന്ന് പച്ചയ്ക്ക് പച്ചത്തെറി അവിടെ യൂട്യൂബിൽ അവിടെ ഇരുന്ന് മീഡിയയുടെ മുന്നിരുന്ന് സംസാരിച്ച് ആർക്കും ഒരു വിഷമവുമില്ല. ദീനിൻ്റെ കാര്യം, ഖുർആൻ്റെ കാര്യം, ഇസ്ലാമിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പേടി, എല്ലാവർക്കും വിഷമം. നമ്മൾ പേടിക്കണ്ട, പരിശുദ്ധ ഖുർആനാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഹയാത്ത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ്. ഇപ്പം വേണ്ട, എന്തായാലും ദായിക്ക് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. അത് എൻ്റെ നാവി കൂടെ കേൾക്കണമെന്നാണ് ആഗ്രഹം. അത് നമുക്കൊരു ദിവസം കേട്ടുകളാം ഇൻഷാ അല്ലാഹ്, പിന്നീടാവട്ടെ റാഹത്തായിട്ട്. അപ്പോൾ ഞാൻ ഖുർആൻ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ ഖുർആൻ സൂറത്തുർ റഹ്മാൻ ദിവസം തോറും ഓതിയാൽ നമുക്ക് കല്യാണം റാഹത്താവും. കല്യാണം റാഹത്താവാൻ വേണ്ടിയിട്ട് നിയത്തിൽ ഓതണ്ട. അങ്ങനെ വല്ല മുടക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓതിക്കോളിൻ, അത് റാഹത്താവും. ജന്നത്തുൽ ഫിർദൗസിലേക്ക് ക്ഷണിക്കപ്പെടുന്ന 3 സൂറത്തുണ്ട്. ജന്നത്തുൽ ഫിർദൗസിലേക്കുള്ള ബോർഡിംഗ് പാസ് വേണോ? 3 സൂറത്ത് ദിവസം തോറും നിങ്ങൾ ഓതണം. 3 സൂറത്ത്
ജന്നത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് ക്ഷണം കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 1 സൂറത്തുർ റഹ്മാൻ, 2 സൂറത്തുൽ വാഖിഅ, 3 സൂറത്തുൽ ഹദീദ്. ഇത് 3 അടുത്തടുത്ത് കിടക്കാൻ. സൂറത്തുൽ ഖമർ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഹദീദ്. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കാൻ. ദിവസം ഇതങ്ങോട്ട് ഓതിക്കോളി.